ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനുള്ള മഹാഭാഗ്യം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിത്തന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കുവാനുള്ളതായ വിഷയം, ശരിയായ പഠിതാക്കൾ തിരുവെഴുത്തുകളെ ദൈവശബ്ദമായിട്ട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 31-32 വാക്യങ്ങൾ. എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായും എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രർ ആക്കുകയും ചെയ്യും. ദൈവത്തിന്റെ മാറ്റമില്ലാത്തതായ തിരുവചനം അനുസരിക്കുന്നവരെ ലോകം അറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് എന്ന് ലോകം അറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലൂടെ ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കർത്താവിന്റെ ആ വലിയ തിരുവചനം അനുസരിക്കുന്നതായ യുവതി യുവാക്കന്മാര്, മാതാപിതാക്കള്, അതുപോലെ ഒക്കെയും വളരെ ശക്തമായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഏത് പ്രസ്ഥാനങ്ങൾക്കും യുവജനങ്ങളെയാണ് ആവശ്യം. എല്ലാ കാര്യങ്ങൾക്കും അവർ മുൻപന്തി നിൽക്കുവാൻ, മുന്നേ നിന്ന് ഓടുവാൻ തക്കവണ്ണം അവരെ സ്വർഗത്തിലെ ദൈവം ബലപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ തിരുവചനം നമുക്കറിയാം, 1600 വർഷങ്ങൾ കൊണ്ട് 40 പേര് 40 സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ തിരുവചനം എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പരസ്പരം അവർ കാണാതെ വണ്ണം അവരെല്ലാവരും എഴുതി വന്നപ്പോൾ ഒന്നിനോടൊന്ന് തുല്യമായി ഒരു വാക്കുകൾ പോലും അത് മായ്ച്ചു കളയേണ്ടതായിട്ട് ആവശ്യം വന്നില്ല എന്ന് തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിന്റെ കാരണം എന്നുള്ളത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് എഴുതുവാൻ പറഞ്ഞ അവരെ ബോധ്യപ്പെടുത്തിയതായ വചനങ്ങളാണ് അവിടെ എഴുതി വെക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. അങ്ങനെ തിരുവചനം പരിശോധിക്കുമ്പോൾ അങ്ങനെ 66 പുസ്തകങ്ങള് ആയി അതിനെ ചിട്ടപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒന്നാമത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, അവസാനത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം എന്ന് നമുക്ക് കാണുവാനായിട്ട് അങ്ങനെ 66 പുസ്തകങ്ങളെ കാണും. പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും 2 ഇതായി തിരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. അതില് പഴയ നിയമത്തിൽ 39 പുസ്തകം, അത് 32 പേർ എഴുതി. പുതിയ നിയമത്തിൽ 27 പുസ്തകം, അത് 8 പേര് എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ സുവിശേഷമായി കർത്താവായ യേശുക്രിസ്തുവിന്റെ 3.5 വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് 4 സുവിശേഷങ്ങളും എഴുതുവാൻ, ഒരു ചരിത്ര പുസ്തകം, അപ്പസ്തോല പ്രവൃത്തി, 21 ലേഖനങ്ങള്, ഒരു വെളിപ്പാട് പുസ്തകം, അങ്ങനെ അതിന്റെ ക്രമമായി അതിനെ ചിത്രീകരിക്കുവാൻ തക്കവണ്ണം അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് ആണ് നമുക്ക് ഈ 66 പുസ്തകങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അപ്പോൾ നാം ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആ നല്ല വാർത്തയെ നമ്മൾ വിളമ്പിക്കൊടുക്കുവാൻ, ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല ന്യൂസ് നമുക്ക് കേൾക്കുവാൻ സാധിക്കത്തില്ല. അനേക അപ്പൻ മകനെ കൊല്ലുന്നു, മക്കൾ അപ്പനെ അമ്മയും കൊല്ലുന്നു, അങ്ങനെ നമ്മളെ വേദനിപ്പിക്കുന്നതായ നല്ല ന്യൂസുകൾ ഒന്നും നമുക്ക് ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ തിരുവചനത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഓടിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം ഈ 66 പുസ്തകങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഈ ഗുഡ് ന്യൂസ്, ഈ നല്ല വാർത്തയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം നാം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞുകൊണ്ട് അതിശക്തമായി ലോകത്തോടെ ഇന്ന് വിളിച്ചു പറയുവാൻ തക്കവണ്ണം അനേകരെ സ്വർഗത്തിലെ ദൈവം ഓരോ സമയത്തും ഉയർത്തുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ അത്രയും ശ്രേഷ്ഠമേറിയതായ ഈ 66 പുസ്തകത്തിലെ വിശുദ്ധ ബൈബിളിലെ തിരുവചനങ്ങളെ ആസ്പദമാക്കി നാം ദൈവവചനം പഠിക്കുകയും അത് ലോകത്തോട് വിളമ്പി കൊടുക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം അനേകരെ സ്വർഗത്തിലെ ദൈവം ഇന്ന് സഭകളിൽ ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സന്തോഷം ലഭിക്കണമെങ്കിൽ തിരുവചനം നാം വായിക്കണം. നമുക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ നാം തിരുവചനം വായിക്കണം. നല്ല ഉറക്കം ലഭിക്കണമെങ്കിൽ നാം തിരുവചനം വായിക്കണം. നമുക്ക് നിത്യജീവൻ ലഭിക്കണമെങ്കിൽ തിരുവചനം വായിക്കുകയും അതനുസരിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ആ വചനം നാം ഓരോ ദിവസവും ധ്യാനിച്ചുകൊണ്ട് ആയിരിക്കുന്നതായ ക്രിസ്തീയം നയിക്കുന്നതായ പ്രിയമുള്ളവർ, ഈ ലോകത്തില് അനേക ന്യൂസുകൾ കേൾക്കുമ്പോൾ അവർ തളരാതെ വണ്ണം ഈ ഗുഡ് ന്യൂസിനെ അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം
26 വാക്യത്തില് പറയുന്നത്, പിതാവ് എന്റെ നാമത്തിൽ അയക്കുവാനുള്ളവൻ അവിടുന്ന് നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും എന്ന് പറയുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് സകലവും ഉപദേശിച്ചു തരുവാൻ തക്കവണ്ണം നമ്മോടൊപ്പം ആയിരിക്കുന്നതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അനേകർക്ക് അത് വിളമ്പിക്കൊടുക്കുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രിയമുള്ളവരായി ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിൽ ഇഷ്ടമുള്ളവരായി തീർന്നുകൊണ്ട് നാം ആയിത്തീരുന്നെങ്കിൽ ഈ 66 പുസ്തകത്തിലെയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ഒരു മനുഷ്യനെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവന്റെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകുവാൻ തക്കവണ്ണം, മനസ്സ് മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പഴയ സ്വഭാവങ്ങളിൽ നിന്ന് എല്ലാം മാറി പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ജാഗ്രതയോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരും, അവന്റെ കുടുംബ ജീവിതത്തില് സമാധാനം കൊണ്ടുതരും, അവനായിരിക്കുന്ന സമൂഹത്തില് അനേകർക്ക് സമാധാനം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ ഈ നിത്യജീവനിലും ഈ രക്ഷയെക്കുറിച്ച്, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും താല്പര്യത്തോടുകൂടെ അനേകരോട് സുവിശേഷം അറിയിക്കുവാൻ ഈ നാളുകളിൽ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതായ ഈ സാഹചര്യത്തിൽ നമുക്ക് ഇന്ന് ഈ പ്രഭാതത്തില് ഒരുങ്ങുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മളെ കുറിച്ച് ഇന്ന് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നല്ല ന്യൂസ് ലഭിക്കുവാൻ ദൈവത്തിന്റെ തിരുവചനം മാത്രമേ ഉള്ളൂ. നമ്മുടേതായ യേശുക്രിസ്തു എന്ന യേശുക്രിസ്തുവിന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അതിലൂടെ നമുക്ക് നമ്മുടെ ചരിത്രങ്ങളൊക്കെയും നമ്മൾ പറയുവാനോ ചിന്തിക്കുവാനോ അതൊക്കെ പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് നമുക്കൊരു പക്ഷേ തോന്നാം. എന്നാൽ നമുക്ക് പറയാനുള്ള ചരിത്രവും നല്ല ന്യൂസും ഒന്നേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ആ യേശുക്രിസ്തു രണ്ടാമത് കടന്നു വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് ഈ പ്രഭാതത്തിലെ ഈ തിരുവചനത്താൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. വീണ്ടും ഒരു നല്ല പ്രഭാതത്തില് കേൾപ്പിച്ചതായ വചനത്തെ ആസ്പദമാക്കി ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. രോഗത്താലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്, നിരാശയിലായിരിക്കുന്ന അനേകരുണ്ട്, കടഭാരത്താൽ പ്രയാസപ്പെടുന്ന അനേകരുണ്ട്, നിരാശയിൽ ആയിരിക്കുന്ന അനേകരുണ്ട്, അതുപോലെ ഇന്ന് ജന്മദിനമായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവസന്നിധിയിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ഞങ്ങളുടെ വചനം അയച്ച് അവരുടെ ഹൃദയങ്ങൾക്ക് മാറ്റം കൊടുക്കുവാൻ എന്നെ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏറിയ നന്മകൾ കൊണ്ട് കർത്താവെ അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങ് നിറയ്ക്കണം, അനുഗ്രഹിക്കുമാറാകണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.